വ്യാപകമായി ഉപയോഗിക്കുന്ന ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായ UPI സ്പെയിനിലും ഉപയോഗിക്കാനുള്ള വഴിയൊരുങ്ങുന്നു. ഇന്ത്യൻ യാത്രക്കാർക്ക് സ്പെയിനിലെ റെസ്റ്റോറന്റുകൾ, ഷോപ്പുകൾ, മ്യൂസിയങ്ങൾ, പൊതുഗതാഗത സേവനങ്ങൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ UPI ഉപയോഗിച്ച് നേരിട്ട് പണമടയ്ക്കാൻ കഴിയുന്ന സംവിധാനം ഒരുക്കുന്നതിനായി ഇന്ത്യയും സ്പെയിനും തമ്മിൽ ഔദ്യോഗിക തലത്തിൽ ചർച്ചകൾ ആരംഭിച്ചിരിക്കുകയാണ്. പദ്ധതി യാഥാർത്ഥ്യമായാൽ വിദേശയാത്രകളിലെ പേയ്മെന്റ് കൂടുതൽ എളുപ്പവും സുരക്ഷിതവും ചെലവ് കുറഞ്ഞതുമാകുമെന്നാണ് വിലയിരുത്തൽ. ഇന്ത്യയുടെ UPI സംവിധാനവും സ്പെയിനിലെ ജനപ്രിയ ഡിജിറ്റൽ പേയ്മെന്റ് ശൃംഖലയായ ബിസ്സും തമ്മിൽ സാങ്കേതിക ബന്ധം സ്ഥാപിക്കാനാണ് ഇരു രാജ്യങ്ങളും ശ്രമിക്കുന്നത്. ഈ സംയോജനം നിലവിൽ വന്നാൽ ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന UPI ആപ്പുകൾ ഉപയോഗിച്ച് സ്പെയിനിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ നേരിട്ട് പണമടയ്ക്കാൻ സാധിക്കും. ഇതോടെ വിദേശ നാണയം കൈവശം വെക്കേണ്ടതിന്റെ ആവശ്യകതയും അന്താരാഷ്ട്ര ഡെബിറ്റ്, ക്രെഡിറ്റ് കാർഡുകളെ ആശ്രയിക്കേണ്ട സാഹചര്യവും ഗണ്യമായി കുറയും. സ്പെയിൻ സന്ദർശിക്കുന്ന ഇന്ത്യക്കാർക്ക് ഭക്ഷണശാലകളിലെ ബില്ലുകൾ അടയ്ക്കുന്നതിനും വസ്ത്ര, ഇലക്ട്രോണിക്സ് കടകളിലെ വാങ്ങലുകൾക്കും മ്യൂസിയം, ആർട്ട് ഗാലറി, വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ പ്രവേശന ടിക്കറ്റുകൾക്കും മെട്രോ, ബസ്, ട്രെയിൻ ഉൾപ്പെടെയുള്ള പൊതുഗതാഗത സേവനങ്ങൾക്കും UPI ഉപയോഗിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. ചെറുകിട വ്യാപാര സ്ഥാപനങ്ങൾക്കും ഈ സംവിധാനം പ്രയോജനകരമാകുമെന്നാണ് വിലയിരുത്തൽ. UPIയും ബിസ്സും തമ്മിലുള്ള സംയോജനം സംബന്ധിച്ച സാങ്കേതിക ചർച്ചകൾ ഇതിനകം ആരംഭിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. രണ്ട് രാജ്യങ്ങളിലെയും ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനങ്ങൾ തമ്മിൽ തടസ്സമില്ലാത്ത ഇടപാടുകൾ സാധ്യമാകുന്നതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ 2026 ജൂലൈ 13 മുതൽ 18 വരെ സ്പെയിൻ സന്ദർശിച്ചപ്പോൾ ഈ വിഷയം പ്രധാന ചർച്ചകളിൽ ഒന്നായിരുന്നു. സ്പെയിൻ ഉപപ്രധാനമന്ത്രിയും സാമ്പത്തിക, വ്യാപാര, ബിസിനസ് മന്ത്രിയുമായ കാർലോസ് ക്യൂർപ്പോ കബയേറോ, വ്യവസായ ടൂറിസം മന്ത്രി ജോർഡി ബഹുബോഹർ എന്നിവരുമായി നടത്തിയ കൂടിക്കാഴ്ചകളിലും ഡിജിറ്റൽ പേയ്മെന്റ് രംഗത്തെ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള സാധ്യതകൾ വിശദമായി വിലയിരുത്തി. വിനോദസഞ്ചാരം, വ്യാപാരം, സാമ്പത്തിക സഹകരണം എന്നിവ കൂടുതൽ ശക്തിപ്പെടുത്താൻ ഈ പദ്ധതി സഹായിക്കുമെന്ന വിലയിരുത്തലുമുണ്ട്. സ്പെയിനിൽ UPI സേവനം ആരംഭിക്കുന്നതിന് മുൻപ് നിരവധി സാങ്കേതിക, സാമ്പത്തിക, നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇടപാടുകളുടെ സുരക്ഷ, ഉപഭോക്തൃ വിവരങ്ങളുടെ സംരക്ഷണം, കള്ളപ്പണം തടയുന്നതിനുള്ള നടപടികൾ, ധനകാര്യ നിയന്ത്രണ സ്ഥാപനങ്ങളുടെ അനുമതികൾ എന്നിവയിൽ ഇരു രാജ്യങ്ങളും ധാരണയിലെത്തേണ്ടതുണ്ട്. നിലവിൽ പദ്ധതി പ്രാഥമിക ചർച്ചാഘട്ടത്തിലായതിനാൽ സേവനം എപ്പോൾ മുതൽ ലഭ്യമാകുമെന്നതിനെക്കുറിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഇതുവരെ ഉണ്ടായിട്ടില്ല. സാങ്കേതിക പരിശോധനകളും നിയമപരമായ അനുമതികളും പൂർത്തിയായ ശേഷമാകും പദ്ധതി നടപ്പിലാക്കുക. ഈ സംവിധാനം നിലവിൽ വന്നാൽ വിദേശ നാണയം കൈമാറുന്നതിനുള്ള അധിക ചെലവ് കുറയ്ക്കാൻ സാധിക്കും. പണമടയ്ക്കൽ കൂടുതൽ വേഗത്തിലാവുകയും പണമായി തുക കൈവശം വെക്കേണ്ട സാഹചര്യം ഒഴിവാവുകയും ചെയ്യും. കാർഡ് ഉപയോഗവുമായി ബന്ധപ്പെട്ട ചില അധിക സേവന ചെലവുകളും കുറയാൻ സാധ്യതയുണ്ട്. മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ സുരക്ഷിതമായി ഇടപാടുകൾ പൂർത്തിയാക്കാൻ കഴിയുന്നതിനാൽ യാത്രാനുഭവം കൂടുതൽ സൗകര്യപ്രദമാകും. ഇന്ത്യ വികസിപ്പിച്ച ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായ UPI കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യൻ വിനോദസഞ്ചാരികൾക്കും പ്രവാസികൾക്കും UPI ഉപയോഗിക്കാനുള്ള അവസരങ്ങൾ തുടർച്ചയായി വർദ്ധിക്കുകയാണ്. നിലവിൽ ഭൂട്ടാൻ, നേപ്പാൾ, ശ്രീലങ്ക, സിംഗപ്പൂർ, UAE, ഖത്തർ, മൗറീഷ്യസ്, മലേഷ്യ, കംബോഡിയ, ജപ്പാൻ, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിൽ വിവിധ രീതികളിൽ UPI അടിസ്ഥാനമാക്കിയുള്ള സേവനങ്ങൾ ലഭ്യമാണ്. സ്പെയിനുമായുള്ള പുതിയ സഹകരണം യാഥാർത്ഥ്യമായാൽ യൂറോപ്പിലെ ഡിജിറ്റൽ പേയ്മെന്റ് ശൃംഖലയിൽ ഇന്ത്യയുടെ സാന്നിധ്യം കൂടുതൽ ശക്തമാവുകയും ഇന്ത്യൻ യാത്രക്കാർക്ക് വിദേശത്ത് കൂടുതൽ ലളിതവും സുരക്ഷിതവും ആധുനികവുമായ പേയ്മെന്റ് അനുഭവം ലഭിക്കുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.